അപ്പോൾ മച്ചാമാരെ ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന്തറ കടപ്പുറത്താണ് കേട്ടോ. അപ്പോൾ പൂന്തറ ബീച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഇന്ന് പണിക്ക് പോകുന്നത്. അത് എന്ത് ഫിഷിംഗാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാളപിടുത്തത്തിന് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി വാളപിടുത്തവും കാഴ്ചകളൊക്കെ കാണാൻ നമ്മുടെ ഈ കാണുന്നത്. അപ്പോൾ ഈ പൂന്തറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം ഇടിഞ്ഞ ഹാർബറിന്റെയും നമ്മുടെ ശംഖുമുഖത്തിന്റെയും നടുക്കുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പൊ ഈ പൂന്തറ നിന്നാണ് നമ്മൾ പണിക്ക് പോകുന്നത്. അപ്പൊ വണ്ടികളിലെല്ലാം, അതായത് ട്രാക്ടർ വണ്ടികളിൽ വള്ളങ്ങളൊക്കെ കെട്ടി വലിച്ചിട്ട് അങ്ങ് കരയിലോട്ട് വെള്ളത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ വള്ളങ്ങൾ ഇറക്കി പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു അടിപൊളി കാഴ്ചകളും കണ്ടിട്ട് നമ്മൾ പണിക്ക് പോകാൻ വേണ്ടിട്ട് പോയാണ്. അപ്പോ ഏതായാലും ഒരു അടിപൊളി മീൻപിടുത്തത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്, വള്ളം കെട്ടി വലിക്കേണ്ടേ. അപ്പൊ കെട്ടി വലിച്ചുകൊണ്ട് ഇനി കടലിന്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് വള്ളം തള്ളി വിടുന്നത് ഈ ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോ ആൾക്കാരൊക്കെ ഒരുവിധം കയറിയിരിപ്പുണ്ട്. ഇനി ഒരാളൂടെ കയറാനുണ്ട്. അത് അവിടെ എത്തിയതിനു ശേഷം വണ്ടി മാറി കറങ്ങുന്ന സമയം കൊണ്ട് ആള് കയറി നിൽക്കും. അപ്പൊ ഏതായാലും വണ്ടികളിൽ ഇറക്കി വിടുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കിട്ടുന്നതല്ല. കുറച്ച് ഇപ്പൊ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തും പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കാഴ്ച കണ്ടില്ലേ. അപ്പോ ഏതായാലും നമ്മുടെ വള്ളം വലിച്ചുകൊണ്ട് അങ്ങ് കടലിന്റെ നിരപ്പ് നോക്കി, അതായത് കടൽ അടിക്കാത്ത ഒരു ഭാഗം നോക്കിയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വള്ളങ്ങളെല്ലാം ഇറക്കി വിട്ടിട്ട് വണ്ടികൾ വേറെ കറങ്ങി പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയും അതുപോലെ തന്നെ കറക്കി വലിച്ചുകൊണ്ട് അങ്ങ് പോയി. ഇനിയിപ്പോ വള്ളം തള്ളി വിടുന്ന കാഴ്ചയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ വണ്ടി തള്ളി വിടുകയാണ്. അപ്പോ കടലിന്റെ നേരെ ഭാഗത്തോട്ട് ഇനി കടലിലോട്ടങ്ങ് കയറി പോകുന്നത് ആ കാഴ്ച വള്ളം തള്ളി വിട്ട് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് എഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് വള്ളം ഓൾറെഡി അങ്ങനെ കടല് കടന്നിട്ടുണ്ട്. അതായത് കടലടിക്കുന്ന ഒരു ഭാഗം കടന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടിപൊളിയായിട്ട് മീൻ പിടിക്കുന്ന സ്ഥലം എത്തിയതിനു ശേഷം കാണാൻ കേട്ടോ. അതുവരെ നമ്മൾ കടൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും എല്ലാത്തിനും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് പറയുന്നത് ഇന്ന് പണിക്കൂട്ടത്തിൽ പോകുന്നതാണ്. ഞാൻ പൊതുവെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പോകുന്ന വള്ളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് പോകത്തില്ല. അത് ഒന്നാമത്തെ കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ടെമ്പററി പേഴ്സന്റ് ആണ്. കാര്യം എനിക്ക് എന്റെ വീഡിയോ കാണുന്നവർക്ക് ഡിഫറെന്റ് മീൻപിടുത്ത രീതികൾ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ കോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോയി വേറെ സ്ഥലത്തൊക്കെ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർ കേട്ടത്തില്ല, വള്ളങ്ങളിൽ കേട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ വീട്ടിൽ തന്നെ കിടന്നത്. അപ്പോൾ ഏതായാലും കുറച്ച് അറിയാന്നുള്ള ചിലർ നമ്മളെ വിളിക്കും, അവരുടെ കൂടെ പോയി നമ്മൾ പണിയും ചെയ്യും, വീഡിയോ എടുക്കും. അപ്പൊ അങ്ങനെ അറിഞ്ഞൂടാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വള്ളത്തിൽ കേട്ടത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ ധനുഷിനെ ഞാൻ മുമ്പ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ വാള പിടിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോ അതല്ലാതെ മൂന്ന് അങ്കിൾമാര്, അതായത് ഒന്ന് ധനുഷിന്റെ അച്ഛനാണ് ആ ഇഞ്ചിൻ ഓട്ടിക്കുന്നത്, ധനുഷിന്റെ അച്ഛനാണ്, ഈ ധനുഷിന്റെ ഒക്കെ വള്ളമാണ്. അപ്പൊ ഈ നിൽക്കുന്ന രണ്ട് അങ്കിൾമാരും അങ്ങനെ മച്ചന്മാരെ വള്ളം ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ വള്ളത്തിന്റെ അടുത്തുകൂടെ ഒരു വാള പൊങ്ങി പോകുന്നത് കണ്ടത്. അതായത് ചത്ത് കഴിഞ്ഞിരുന്ന വാളയും കണവയും അങ്ങനെയുള്ള പല മീനുകളും പൊങ്ങി വരാറുണ്ട്. അതായത് വെള്ളത്തിന് മുകളിലോട്ട് പൊങ്ങി വരാറുണ്ട്. അങ്ങനെ പൊങ്ങി വന്ന ഒരു വാളേനെ കണ്ടപ്പോൾ നമ്മൾ കറക്കി അത് എടുക്കുവാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാളേനെ പിടിക്കാനല്ലേ പോകുന്നത്, അതുകൊണ്ട് ഇരയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ആവും. അതായത് ഏതെങ്കിലും ഒരു മീൻ വാളയ്ക്ക് ഇരയായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെ ആ വാളേനെ എടുത്തിട്ട് അപ്പോൾ ഏതായാലും ഈ ഒരു വാളനെ നമ്മുടെ ധനുഷ് ഇതാ കൊണ്ടുവരുന്നുണ്ടല്ലേ. ചത്ത വാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വയറ്റിനകത്ത് എയർ പിടിക്കുമ്പോഴേക്കും നല്ലതുപോലെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വന്ന് കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി വാളേനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇരയ്ക്കാട്ടി. അതായത് മീൻ പോയി ചൂണ്ടയിട്ടും ഇര പിടിച്ചിട്ട് നമുക്ക് വാള പിടിക്കേണ്ടി വരത്തില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് ഇര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത് ഒരു അടിപൊളി വാളയാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തിട്ട് കുറച്ച് നേരം മാത്രമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ആ സ്കിന്നും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വാളനെ നമ്മൾ ഇരയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ അസ്തമിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരുവിധം ഉള്ളിലോട്ട്, അതായത് മറ്റു വള്ളങ്ങളെല്ലാം ആങ്കർ ചെയ്തിരിക്കുന്നതാണ്. ഈ കാണുന്നൊക്കെ പറഞ്ഞാൽ ആങ്കർ ചെയ്ത് വാള പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ മറ്റു വള്ളങ്ങളിലേക്ക് കൂട്ടത്തിൽ നമ്മളും വന്നെത്തിയിട്ടുണ്ട്. ഇനി ഏതായാലും കുറച്ചുകൂടെ ഉള്ളിലോട്ട് നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദിശയിൽ നമ്മളുടെ വള്ളത്തിൽ ആങ്കർ വയ്ക്കും. അപ്പൊ ആങ്കർ വെച്ചതിന് ശേഷമാണ് നമ്മൾ ചൂണ്ടപ്പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അങ്ങനെ നമ്മുടെ അങ്കിളുമാര് ആങ്കർ വയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് വള്ളത്തിന്റെ ആങ്കർ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കമ്പ്യൂട്ടർ അകത്ത് വെച്ച് ഓക്കെ. കന്നാസ് 1 2
4 കന്നാസ് ഉണ്ട് കേട്ടോ. 4 5 ലിറ്ററിന്റെ കന്നാസിൽ മണ്ണ് നിറച്ചിട്ട് നമ്മൾ ആങ്കറായിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ വള്ളങ്ങളിൽ കൊണ്ടുപോകുന്ന ആങ്കറൊന്നുമല്ല കേട്ടോ. ഏതായാലും ആങ്കർ വെള്ളത്തിലോട്ടങ്ങ് ഇറക്കി കഴിഞ്ഞു. നമ്മുടെ ഇത് തന്നെ ആങ്കർ. വല്ലവന് പുല്ലും ആയുധമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് തന്നെ സംഭവം. ഓക്കെ, ഇനി ഏതായാലും ലൈറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം, ചൂണ്ട കെട്ടണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മീൻ പിടിക്കുന്ന സമയത്ത് കാണാം കേട്ടോ. അങ്ങനെ കിട്ടിയ വാളയെ നമ്മുടെ ധനുഷ് ഇതാ അവിടെ ഇരുന്ന് കട്ട് ചെയ്യുന്നത് കണ്ടോ. അതായത് ചീകി എടുത്തിട്ട് പീസാക്കിയിട്ട് നമ്മൾ ചൂണ്ടയിൽ കൊരുക്കാൻ പാകത്തിന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളത് ഈ കാണുന്നത്. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചൂണ്ടയിൽ കൊരുത്ത് അങ്ങ് വാളേനെ പിടിക്കാൻ തുടങ്ങും. അപ്പോൾ വാള പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും മുമ്പ് ബോട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ വീഡിയോയും ഉണ്ട്, ഒന്ന് കയറി കണ്ടു നോക്കുക. അങ്ങനെ ചൂണ്ടയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ധനുഷിന് വാള പിടിച്ചിട്ടുണ്ട് കേട്ടോ. വാള പിടിച്ച് വരികയാണ്. അപ്പോൾ അത് പിടിച്ച് വരുന്ന സമയത്ത് തന്നെ എനിക്ക് ചൂണ്ടയിലാണെന്നുണ്ടെങ്കിൽ പഴയ കാലത്ത്, അതായത് മുമ്പ് കെട്ടി വെച്ചിരുന്ന ചൂണ്ടയായതുകൊണ്ട് തന്നെ തുരുമ്പിച്ച് പോയിരുന്നു. അപ്പോൾ ആ ചൂണ്ടയൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത്, അതായത് ഇത് വാളേനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് കെട്ടി വിടുന്നത്, അതായത് കമ്പിയിൽ കെട്ടി വിടുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലൈറ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അങ്കിള്. അപ്പോൾ ഏതായാലും ഈ ഒരു സാധനം ഇനി സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ധനുഷിന് ഒരു മീൻ വന്നിട്ടുണ്ട്, അതായത് വാള പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. ഇത് വരുന്ന കണ്ടില്ലേ, വലിച്ചുകൊണ്ടങ്ങ് വരുന്നത് ആ കണ്ടില്ലേ, വലിയൊരു വാള. ഏറ്റവും നല്ല ഒത്തിരി അത്യാവശ്യം സൈസുള്ള വാള തന്നെയായിരുന്നു. ഒരു അരമണിക്കൂർ കൂടുതൽ എടുത്ത് സമയം വാള വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ അങ്കിളാണെന്നുണ്ടെങ്കിൽ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടിയെടുക്കുവാണ്. അപ്പോൾ ഇത് കെട്ടി തീർന്നതിന് ശേഷം വേണമെങ്കിൽ എനിക്ക് ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്കിള് വിട്ട ചൂണ്ട കാലിൽ കുരുക്കി വെച്ചിട്ട് അതിന് എനിക്ക് വേണ്ടിയിട്ട് റോള് ചങ്കീസ് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാം സടയപടയെന്നായിരുന്നു. അങ്കിളിനും ഒരു വാള വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒത്തിരി സൈസുള്ള വാള തന്നെ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടയിട്ട് ഞാനും വലിച്ചുകൊണ്ട് വരികയാണ് മീനിനെ. അപ്പോൾ ഏതായാലും വാള എല്ലാവർക്കും പിടിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. എന്ന് ഏകദേശം ഒരു 8-8:30 ആയി. അങ്ങനെ ഞാനും പിടിച്ച വാളേനെ അങ്ങ് വലിച്ചുകൊണ്ടങ്ങ് വരുവാണ്. അപ്പോൾ ഈ വാളയെന്ന് ചുണ്ണാമ്പ് വാളയെന്നും അതുപോലെ തന്നെ തളയനെന്നും പല നാടുകളിലും പല പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ചുണ്ണാമ്പ് വാളയെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വടക്ക് ജില്ലകളിലൊക്കെ പോയി കഴിഞ്ഞിരുന്നാൽ നമ്മുടെ തളയനെന്ന് പറയും, പാമ്പാട എന്ന് പറയും. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പേരാണ് കേട്ടോ. വാള എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ വഴക്ക് പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് തെറികൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ആ മീനിൻ്റെ പേര് അങ്ങനെയല്ലടാ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വേർതിരിച്ച് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക്, അതായത് ഓരോരുത്തർ പറയുമ്പോഴാണ് നമുക്ക് ആ മീനുകളുടെ പേരുകളെല്ലാം മനസ്സിലാവുന്നത്. അതുപോലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പേരുകൾ തന്നെ ആവണമെന്നില്ല അടുത്ത നാട്ടിലുകൾ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ചൂണ്ടകളെല്ലാം വലിച്ചു വിടുന്ന ചൂണ്ടകളൊക്കെ വീണ്ടും അത് തെരിച്ച്, അതായത് കുരുക്കൊക്കെ അടിച്ചിട്ട് വേണം വീണ്ടും നിവർത്തി വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്യാവശ്യം ഒരു വാള എനിക്കും വന്നിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വാള തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ വാളേനേതായി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നുപറഞ്ഞാൽ ഞാൻ ആദ്യമേ അതങ്ങ് വലിച്ചിട്ടുകയായിരുന്നു. കണ്ടില്ലേ പിടയ്ക്കുന്ന സാധനം കണ്ട, നമ്മളെ വാള, തളയൻ, റിബൺ ഫിഷ്, പാമ്പാട എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ വയറ് ഇരിക്കുന്നത് കണ്ടില്ലേ വീർത്തിട്ട്, അത് ഇര പിടിച്ചിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ എയർ പിടിക്കും, അതായത് വായു അതിൻ്റെ വയറ്റിനുള്ളിൽ കയറി പിടിക്കും. ഒരു കുടലെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ കുടലിലാണെന്നുണ്ടെങ്കിൽ വായു നിറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മീനുകൾ ചത്ത് കഴിഞ്ഞിരുന്നാലും ഫ്ലോട്ടായി വരും. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഈ വയറ് നല്ലപോലെ വീർത്ത് കാണിക്കുന്നത്. അതൊക്കെയാണ്, അത് പൊട്ടുമ്പോഴാണ് മീനിന് വില കുറയുന്നതും. ഇത് കണ്ടില്ലേ ക്ലാത്തി കൂട്ടം, അതായത് കാക്കക്ലാത്തി, കരിങ്ക്ലാത്തി എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലാത്തിക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തടിക്കഷ്ണത്തിൻ്റെ കൂടെയൊക്കെ ഒഴുകി വരുന്നതാണ്. അത് നമ്മുടെ വെട്ടം കണ്ടപ്പോഴേക്കും വന്ന് കറങ്ങി നിൽക്കുന്നുണ്ടല്ലേ കൂട്ടത്തോടെ. അതായത് നമ്മൾ ഈ ഫ്ലോട്ടായി പോകുന്ന കായലിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങളെല്ലാം ഈ വെള്ളത്തിന് മുകളിൽ കൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ തണൽ പിടിച്ച് ഒരുപാട് മീനുകൾ വരും. അങ്ങനെ വരുന്ന ഒരു മീൻകൂട്ടാണ് ഈ ക്ലാത്തി എന്ന് പറയുന്നത്. അപ്പോൾ കാക്കക്ലാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെട്ടത്തിൽ വന്ന് കറങ്ങി വന്നതാണ്. അപ്പോൾ ഈ വാളെ പിടിച്ചിട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാത്തികളെ നോക്കി നമ്മുടെ ചൂണ്ടകൾ താഴോട്ട് വിടുവാണ്. അത് ഏറ്റവും താഴെ വിട്ടിട്ട്, അതായത് ഒരു 45 മാറ് താഴ്ചയിൽ നമ്മൾ വിട്ട് വലിക്കുകയാണ് കേട്ടോ. അത് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു വാളയും പിടിച്ചു വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെയൊന്നും അല്ല, നമ്മൾ താഴെ വിട്ടിട്ട് ഉടനെ തന്നെ മീൻ പിടിച്ചു വരേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ മീൻ കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓരോ ചൂണ്ടയിൽ മാറി കറങ്ങി ഉള്ളതനുസരിച്ച് പിടിച്ചു വരുവാണ്.
അങ്ങനെ രണ്ടാമത്തെ വാളയും അടുത്തെത്തി കഴിഞ്ഞ കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ ചൂണ്ട വലിച്ചു വിടുന്ന സമയത്ത് ചൂണ്ട തെരിച്ചെടുക്കണം. അതായത് കുരുങ്ങി വരും, മുറുക്കി ചുറ്റി 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 റോള് ചങ്കീസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചുറ്റി വരും. അങ്ങനെ ചുറ്റി വരുന്നതൊക്കെ തെരിച്ചിട്ട് വേണം നമ്മുടെ വാളേനെ അങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും വിടുമ്പോൾ അതേ ചുറ്റോടെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ഥിരമായി പോകും. ഈ പട്ടിയുടെ പാല് 12,000 കാലം കുഴലിട്ടാലും നേരെ ആവില്ല. പക്ഷേ ഈ ചങ്കീസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിവർത്താൻ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ചുറ്റിയ ടങ്കീസുകളെല്ലാം ഓരോ പ്രാവശ്യം വലിച്ചു വിടുന്ന സമയത്ത് ഈ കണവയ്ക്കും വാളയ്ക്കും എല്ലാം നമ്മളെ ഒഴുക്കിനൊക്കെ വിടുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുക്കിനനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി വരുന്നതാണ്. അങ്ങനെ ചുറ്റി വരുന്നതൊക്കെ ഒന്ന് തിരിച്ചിട്ട് വേണം വീണ്ടും തിരിച്ചു വിടാൻ. എന്നാൽ മാത്രമേ ചൂണ്ടയിൽ മീൻ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ചൂണ്ടയിൽ പോകാതിരിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വാള ചുറ്റിക്കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഇരേനെ പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടങ്കീസ്, മെയിൻ ടങ്കീസ് കട്ടായി പോകും. കട്ടായി പോയി കഴിഞ്ഞാൽ ആ വെയിറ്റോടെ ബാക്കി ചൂണ്ടകളെല്ലാം പോകും. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രാവശ്യം നമ്മൾ വലിച്ചു വിട്ടാലും അതിൻ്റെ ചൂണ്ടയും കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ച് ഇതുപോലെ നിവർത്തിയെടുത്തിട്ട് വേണം വീണ്ടും വിടാൻ. അങ്ങനെ ക്ലാത്തിക്കൂട്ടം വന്നതിന് പിന്നാലെ ഇതായി കണ്ടില്ലേ, ഓടിപ്പോകുന്നുണ്ടല്ലേ നമ്മുടെ പൊള്ളൽ ചൂര എന്ന് പറയും. അപ്പോൾ പൊള്ളൽ ചൂര വട്ടമിട്ട് നമ്മുടെ വള്ളത്തിൽ ചുറ്റി ചുറ്റി കറങ്ങി നടക്കുവാണ് കേട്ടോ. കറങ്ങി നീന്തുവാണ് കേട്ടോ, നടക്കുവാണത്. അപ്പോൾ ഏതായാലും ഇതുപോലെ ഇങ്ങനെ വട്ടമിട്ട് സ്പീഡിനങ്ങ്, അതായത് ഈ പൊള്ളൽ ചൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സ്പീഡിന് ചൂരയും പൊള്ളലും ഒക്കെ ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നത്. അതായത് റൗണ്ടിനൊക്കെ കറങ്ങിയിരിക്കുന്നത്. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ ചൂരയൊക്കെ കൂട്ടത്തോടെ നമ്മുടെ വള്ളത്തിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കടലിൽ പോകുന്ന എപ്പോഴും കാണുന്ന സ്ഥിരം കാഴ്ച തന്നെയാണ് ഈ പൊള്ളൽ ചൂരയൊക്കെ വെട്ടത്തിൽ വന്ന്, അതായത് പടിഞ്ഞാറൻ കടലിൽ പോയാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളാണ് ഈ പൊള്ളൽ ചൂര. അതുപോലെ തന്നെ മാഹി മീൻ, പിന്നെ കടലാമ, കടൽപ്പാമ്പ്, അങ്ങനെയുള്ള മീനുകളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വാളയും വരുന്നുണ്ട്, അതിനെ വലിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇവിടെ ചൂരേനെ കണ്ടപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് കരുതിയതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രം വാള പിടിക്കുന്നുണ്ട്. വാള വലിച്ചു കയറ്റുന്നതാണ് ഒന്നാമത്തെ പാട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും താഴ്ചയിൽ, ഇപ്പം 45 മാറ് താഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഏകദേശം ഒരു 50-ൽ കൂടുതൽ മീറ്റർ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 60 മീറ്ററിൽ കൂടുതൽ കാണാനാണ് ചാൻസ്. അപ്പോൾ അത്രയും മീറ്റർ താഴെ നിന്നിട്ടാണ് ഈ ടങ്കീസ് വലിച്ചുകൊണ്ട് വരുന്നത്. അതായത് വാള പിടിച്ചതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വെയിറ്റ് ആണ്. നമ്മുടെ കാണാൻ വേണ്ടി സ്കെയിൽ പോലെ ഇരിപ്പുണ്ടെങ്കിലും സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് മുന്നിൽ വലിച്ചങ്ങ് പിടിക്കും നമ്മുടെ കൈയിനെ. ചില സമയത്തുള്ള കൈകളെല്ലാം കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്, ടങ്കീസ് അല്ലേ. പിന്നെ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൗസ് ഇടാത്ത എന്തെന്ന് പലരും ചോദിക്കാറുണ്ട്. ഗ്ലൗസ് ഇടാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയിലെ ഗ്ലൗസാണ് ഈ ടങ്കീസൊക്കെ പിടിക്കാൻ ബെറ്റർ. ആ ഗ്ലൗസിലാണെന്നുണ്ടെങ്കിൽ വെള്ളം നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ഭാരമേറിയ കണക്ക് തോന്നും. പോരാത്തതിന് നമ്മുടെ കൈ സ്പീഡിന് വലിക്കാനൊന്നും പറ്റത്തില്ല. വലിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് ആവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗ്ലൗസ് കൂടുതലും മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കാത്തത്. പോരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ഗ്ലൗസ് ഊരിക്കളയുന്ന സമയത്ത്, അതായത് ഊരി എടുക്കുന്ന സമയത്ത് നമ്മുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ പെയിനുണ്ട്. അങ്ങനത്തെ പെയിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലൗസ് കൂടുതലായിട്ട് ഉപയോഗിക്കാത്തത്. അങ്ങനെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന അഥവാ ചില സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും. കായ്കൾക്ക് എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലും പാടുകളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്ലൗസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ ഗ്ലൗസ് ഉപയോഗിക്കത്തില്ല. പിന്നെ വേദന കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് പോകുന്നതാണ് കേട്ടോ. ഇപ്പൊ ഒരാള് ഇപ്പൊ ഒരുപാട് കൊണ്ടോ ഒരു ആവൂലേ. നീ കുറച്ച് വിളി. അപ്പോൾ 10:30 ആയിട്ടുണ്ട്. 10:30 ആയപ്പോഴേക്കും നമ്മുടെ കിട്ടിയ മീനുകളെല്ലാം ഒന്ന് ഐസിലങ്ങ് ഇടുകയാണ്. നമുക്ക് കിട്ടിയ മീനുകളെല്ലാം ഒന്ന് ഐസിലങ്ങ് ഇറക്കിയിടുവാണ് കേട്ടോ. ഇനി ചീത്തയാവാതിരിക്കാൻ വേണ്ടി. സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. അല്ല ഫ്രഷ് ചൂട പിടിച്ച ഇതൊക്കെ നാളെ കൊണ്ടുപോയിട്ട് മഞ്ഞപ്പൊടി, ഗരം മസാല പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം വാങ്ങിയിട്ട് ഒരു കിഴങ്ങുമായിട്ട് ഞാൻ ചുമ്മാ പറയാ. നാളെ വാളയെ വെച്ച് കിഴങ്ങുമായിട്ട് കാണാൻ ഓടിക്കുന്നു. ഊസിക്കൊന്തൽ ഐസിലങ്ങ് പിറക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ
പിടിച്ചിട്ടത് അവർ പിടിച്ചിട്ടതും കൂടെ പിറക്കി അങ്ങ് ഇട്ടിട്ട് ഐസിട്ടങ്ങ് ഫില്ല് ചെയ്യും. ഏതായാലും ബോക്സ് നിറയത്തൊന്നുമില്ല, മീനൊന്നും പിടിക്കുന്നില്ല. ആ വലിയ ആളെ, അവൻ്റെ ഏറ്റവും വലിയ വാള കിട്ടി കേട്ടോ. നമ്മൾ പിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സൈസ് വാള. ആളെ വീഡിയോ മത്സ്യത്തൊഴിലാളിയായ ധനുഷ. ഇന്ന് എന്താന്നറിയാൻ വയ്യ, എനിക്ക് പൊരുത്തമില്ല. ഇന്ന് എന്താന്നറിയാൻ വയ്യ. വല്ലപ്പോഴും കൂടെ കയറിയോണ്ടാണോ? വാള കൊത്തുന്നില്ലല്ലേ. അങ്ങനെ പിടിച്ച വാളകളെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ ഐസിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ബോക്സിലോട്ട്. അത് ബോക്സിൽ അങ്ങ് പിറക്കി വയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ വാളയ്ക്കിടെ വയറ് നല്ലതുപോലെ വീർത്തിട്ടാണ് ഉള്ളത്. അതായത് ഇര എടുത്ത് നിറഞ്ഞു കിടക്കും, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നിറഞ്ഞിരുന്ന വായു കയറിയിട്ട് നിറഞ്ഞ് ഇതുപോലെ പൊങ്ങി നിൽക്കാറുണ്ട്. അങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഐസും ഇതുപോലെ തന്നെ നിരത്തി, അതായത് എങ്ങനെയെങ്കിലൊക്കെ വളച്ചും തിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിരുന്നാൽ അത് വളഞ്ഞു പോകുന്ന സമയത്ത് ആ വയറിൻ്റെ കുടലിൻ്റെ ഭാഗം നോക്കി പൊട്ടും. അതായത് ഡാമേജ് വരും, ചെറിയൊരു കീറ് പോലെ കീറിയൊക്കെ പോകാറുണ്ട്, പെരുകി നിൽക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറ് പൊട്ടിപ്പോയി കഴിഞ്ഞിരുന്ന മീനിന് ഇതിൻ്റെ പകുതി കുറഞ്ഞ വിലയായിരിക്കും. അതായത് വയറ് പൊട്ടിക്കഴിഞ്ഞിരുന്ന മീനിൻ്റെ വില പകുതിയിൽ കൂടുതൽ കുറയും. അതുകൊണ്ടാണ് ഈ വാളേനെ പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിവർത്തി കിടത്തിയിട്ട് ഐസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ അതിൽ വലുതായിട്ട് ഡാമേജ് ഒന്നും വരത്തില്ല. പോരാത്തതിന് ഇതിനെ ഇടുന്ന ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ പൊടിച്ചിട്ടായിരിക്കും ഇടണം. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട ഐസ് ഇടയിൽ കിടന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മീനിട്ടാലും ഇങ്ങനെ വയർ പൊട്ടിപ്പോകാറുണ്ട്. അതായത് ടൈറ്റ് ആകാൻ പാടില്ല ഒരുപാട്. അപ്പോൾ ഒരു ലിമിറ്റ് അനുസരിച്ച് നമ്മൾ ഐസും ഇട്ട് നല്ലതുപോലെ പൊടിച്ചൊക്കെ ഐസ് ഇട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് മൂടി വയ്ക്കും. കാരണം ഇത് ഒരുപാട് മീനൊന്നും ഇല്ല, ഇത്ര മീനേ ഉള്ളൂ. ഏകദേശം ഒരു 2 കുട്ടയിൽ ഇച്ചിരി പോലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഐസ് ഇട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചൂണ്ടപ്പണി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോഴേക്കും ചൂരതാ പിടിച്ച് വരുന്നുണ്ടല്ലേ അങ്കിളിന്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യത്തെ ചൂരയാണ് വരുന്നത്. കാരണം ആദ്യത്തെ പ്രാവശ്യം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോൺ എടുത്ത് ഞാൻ പോക്കറ്റിലിട്ടിരിക്കുമായിരുന്നു. ഇനി ഫോൺ സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ അവിടെ ചൂര വന്നു കഴിഞ്ഞു. അങ്ങനെ ചൂര പിടിച്ചതിന് ശേഷം എനിക്ക് അടുത്തൊരു വാളയും കൂടെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കുന്നതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് എല്ലാം ഫോക്കസ്ഡ് അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് മൗണ്ടിൽ നമ്മൾ മൊബൈൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആദ്യമൊക്കെ ഹെഡ് മൗണ്ട് ഉണ്ടായിരുന്നു, ഗോപ്രോ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മൊബൈലിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഗോപ്രോ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് ചെസ്റ്റ് മൗണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫോക്കസ് ആയിരിക്കത്തില്ല. ഏത് സൈഡിലാണ് വേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ തല ചരിക്കുന്നത് പോലെ നെഞ്ചിൽ വെച്ചിട്ട് ചരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വാള പിടിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സമയം ഏകദേശം 2 മണിയായി. ഇത്രയും സമയം നമ്മൾ ചൂണ്ടയിട്ടിട്ട് ഒരു പ്രതിഫലമില്ല. ആകെ കിട്ടിയത് 2 കുട്ടയോളം. സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട് കേട്ടോ. 3:30 ആയപ്പോഴേക്കും നമുക്ക് ആകെ 4 വാള. ഇത്രയും സമയം ചൂണ്ടയിട്ട് കിട്ടിയതാണ് 4 വാള 3 ചൂര. അപ്പം ചൂര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടത്തിൽ ചെറുതായിട്ട് ഓടി വന്ന സമയത്ത് മയക്ക, അതായത് സബിക്ക് ചൂണ്ട പോലത്തെ ചൂണ്ടയിട്ട് പിടിച്ചതാണ് കേട്ടോ. വെട്ടമില്ലല്ലോ. അപ്പോൾ കിട്ടിയ വാളേനെയും കൂടെ ഐസ് ചെയ്യുവാണ്. അപ്പുറത്ത് ധനുഷൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. വാള നിന്ന് കിടക്കുന്നുണ്ട് ചൂണ്ടയിൽ പിടിച്ചിട്ട്. ഇത് സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട്. സമയം മൊത്തത്തിൽ കുറഞ്ഞു വരികയാണ്. പക്ഷെ മീൻ മാത്രം വീഴുന്നില്ലെന്നേ ഉള്ളൂ. മീൻ ആർക്കും പിടിക്കുന്നില്ല കേട്ടോ. മറ്റു വള്ളങ്ങളെല്ലാം വയർലെസ്സിൽ സംസാരിക്കുന്നുണ്ട്, ആർക്കും ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ. നോക്കി തൊട്ടടുത്തൊക്കെ വള്ളങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാ വള്ളത്തിൻ്റെ വെട്ടങ്ങളാണിത് ഈ കാണുന്നത് മുഴുവനും. എന്തുമാത്രം വള്ളങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ഉൾക്കടലിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മീൻ കിട്ടാതെയൊക്കെ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം മണ്ണെണ്ണ ചിലവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഉണ്ട്. എന്ത് ചെയ്യാനാ, ഈ കടലിലെ പണി ഇങ്ങനെ തന്നെയാണ്. ചില സമയങ്ങളിൽ കിട്ടും, ചിലപ്പോഴൊക്കെ ഇതുപോലെ വറ്റിച്ച് 1 2 പിടിക്കുന്നത് വെച്ച് ഇങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ 5 മണിയായിട്ടുണ്ട്. നമ്മുടെ ചൂണ്ടയൊക്കെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. എല്ലാത്തിനും ചുറ്റി അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് കഴിയുമ്പോൾ
ആങ്കറൊക്കെ വലിച്ചിട്ട് കരയിലോട്ട് ഓടും. കാണാം. ഇനി ഓടി നേരം വെളുക്കുന്ന സമയത്ത് കാണാം മീൻ കച്ചവടം കാര്യങ്ങൾ ആണെന്നുള്ളത്. അങ്ങനെ രാവിലെ 7:30 നമ്മൾ കരയിലെത്തി കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ പണിക്ക് പോയിട്ട് ഒട്ടനവധി വള്ളങ്ങൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ പൂന്തറ എന്ന് പറയുന്ന കടപ്പുറത്താണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഈ തീരദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം മാത്രം. ആ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള കടപ്പുറമൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു സ്ഥലമൊക്കെ. അതായത് ഇപ്പോൾ മൺമറഞ്ഞു പോയ പല സ്ഥലങ്ങളിലും പണ്ടൊരു ചരിത്രത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു അടിപൊളി വിശാലമായിട്ടുള്ള കടപ്പുറം, അതായത് കടലും കടപ്പുറവും ഒക്കെ നിറഞ്ഞൊരു സ്ഥലം തന്നെയായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ കടലിൻ്റെ കൂടെ അങ്ങ് വള്ളത്തിലോട്ട്, അതായത് കരയിലോട്ട് ഓടിപ്പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് തിരമാലകളുടെ കൂടെ ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സൂക്ഷിച്ച് വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചില സമയങ്ങളിൽ മുന്നിൽ ചാടാം, ചില സമയങ്ങളിൽ പിറകിലായി പോകാം. പിറകിലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വള്ളം പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ വള്ളം പിടിച്ച് നിർത്തി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഞാൻ ചെയ്തിരുന്ന ഒരേ കാര്യങ്ങളൊക്കെയാണ്. അതായത് കുഞ്ഞു കാലങ്ങളിൽ, അതായത് നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ വള്ളങ്ങളൊക്കെ പോയിട്ട് കരയിലോട്ട് വരുന്ന സമയത്ത് വള്ളത്തിൻ്റെ അടുത്തോട്ട് പോകുന്നത് ഇതുപോലെ വള്ളത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ അതിപ്പോൾ മറിഞ്ഞിട്ട് നേരെ പണിക്കായി മാറി. ഇപ്പോൾ വണ്ടി വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ നമ്മൾ ആ കൊളുത്തങ്ങ് എടുത്തിട്ടങ്ങ് വള്ളം അങ്ങ് വലിച്ചു കയറ്റി തരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എളുപ്പമാണ്. സാധാരണ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വേണം വള്ളം പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വള്ളങ്ങളൊക്കെ മുകളിലോട്ടാക്കാനും പല സാധനങ്ങളൊക്കെ പൊക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് കാലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും വണ്ടി കുറച്ചുകൂടെ മുകളിലോട്ടാക്കി തന്നിട്ട് വണ്ടി അടുത്ത വള്ളത്തിന് വലിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധനങ്ങളെല്ലാം മീനൊക്കെ പിറക്കി നമ്മൾ മീൻ കച്ചവടത്തിലോട്ട് പോവാം. അങ്ങനെ വള്ളം കറക്കിയതിന് ശേഷം നമ്മുടെ ട്രാക്ടർ വണ്ടി തന്നെ വീണ്ടും മുകളിലോട്ട് തള്ളിക്കയറ്റുന്ന ഒരു കാഴ്ചയാണ് ഇത്. നോക്കിയേ, വള്ളത്തിനെ കറക്റ്റ് പൊസിഷനിൽ, അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി തട്ടിക്കഴിഞ്ഞിരുന്ന വള്ളത്തിൻ്റെ എൻജിൻ ഭാഗം പൊളിഞ്ഞു പോകും. അങ്ങനെ പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ടയർ കെട്ടിയിട്ട് നമ്മുടെ വള്ളത്തിൽ തള്ളിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ വള്ളം മുഴുവനായിട്ട് നമ്മൾ മുകളിലോട്ട് കയറിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിടിച്ച മീനുകളെല്ലാം കുട്ടയിലോട്ട് വാരിയെടുത്ത് നമ്മൾ ഹാർബറിൽ, അതായത് മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൂരോട്ടാണ്. അതായത് ഈ വള്ളങ്ങളുടെയൊക്കെ എൻഡിലാണ് നമ്മുടെ മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ നടന്നു പോകണം കുട്ടയിൽ മീനും ചുമന്നുകൊണ്ട്. സാധാരണ വെയിറ്റുള്ള മീനുകൾ കൂടുതലുണ്ടെങ്കിൽ ഈ പെട്ടിയോടെ തന്നെ ചുമന്നുകൊണ്ട് പോകും. അതായത് എത്ര പേര് പണിക്ക് പോയോ അത്രയും ആൾക്കാർ ചുമന്നുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ചുമന്നുകൊണ്ട് ആ മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലം വരെ നമ്മൾ അങ്ങ് പോകും. എന്നിട്ട് അടുത്ത കുട്ടയിലോട്ട് ധനുഷ് മീൻ വാരുവാണ്. അതായത് കൂട്ടന്മാരെ തന്നെ നല്ലതുപോലെ അങ്ങ് വാരിയെടുക്കുവാണ്. അപ്പോൾ അത്യാവശ്യം വലുതും ചെറുതായിട്ടുള്ള വാളകളൊക്കെ ഉണ്ട്. ഇതെല്ലാം പിറക്കി നമ്മൾ മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് എത്തിയതിന് ശേഷം കാണാം. അങ്ങനെ മീനും ചുമന്നുകൊണ്ട് നേരെ മീൻ വിൽക്കുന്ന സ്ഥലത്തെത്തി. ഇപ്പോഴാണ് ആലോചിച്ചത്, നമ്മുടെ ക്യാമറ, അതായത് ഫോണിൽ കണക്ട് ചെയ്തിരുന്ന മൈക്കിൻ്റെ സ്പീക്കർ അടിച്ചു പോയി. അതായത് മൈക്ക് ചെറിയതായിട്ട് ചാർജ് തീർന്നിട്ട് അടിച്ചു പോയി കേട്ടോ. അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഫുള്ളും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ടാർപ്പയൊക്കെ കൊണ്ട് നമ്മൾ പോകുന്ന എന്തിനാണെന്നൊക്കെ പലർക്കും തോന്നാം. അപ്പോൾ ഈ ടാർപ്പ കൊണ്ടുപോകുന്നത് അവിടെ മണ്ണിൽ മീൻ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ടാർപ്പ വിരിച്ചിട്ടിട്ട് അതിന് മുകളിൽ കൂടി മീൻ തട്ടിയിട്ടിട്ടാണ് ലേലം വിളിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പരക്കെ, അതായത് ബേക്കിലൊക്കെ ഇട്ടിരിക്കുന്നുണ്ടല്ലേ, ഓരോ സ്ഥലത്ത് ലേലം വിളിക്കുന്നത് ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ്. അതുപോലെ തന്നെ ഓരോ ഹാർബറിലും ഓരോ മത്സ്യക്കച്ചവട രീതികളുണ്ട്, ലേലം വിളിയുമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ലേലം വിളി കാണിക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ മൈക്ക് അടിച്ചു പോയത് കൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും മീൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു 4500 രൂപയ്ക്ക് മീനുണ്ടായിരുന്നു. മൈലേജ് ഉള്ളിലോട്ട്, അതായത് 30 കിലോമീറ്ററിൽ കൂടുതൽ ഉള്ളിലോട്ട് പോയിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഭാഗത്തായിട്ട് ലേലം വിളിയൊക്കെ നടക്കുന്നുണ്ട്. 10,000 20,000 ഒക്കെ വിളിച്ചിട്ടൊക്കെ. ഇതൊക്കെ 10,000 രൂപയ്ക്കുള്ള വാളയാണ് ഈ കാണുന്നത് ലേലം വിളിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ പുതിയ വീഡിയോകൾ, അതായത് നമ്മൾ ഇനി എടുക്കുന്ന വീഡിയോകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ എടുക്കാൻ ശ്രമിക്കാം. ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ.